ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. തിരുവചനം പഠിക്കുവാൻ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തൊരു ശുശ്രൂഷകരായി ഞങ്ങൾ നിൽക്കേണ്ടതിന് താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടു എക്വിപ്പ് അവർ സെൽഫ് ടു ദ മിനിസ്ട്രി യു ഹാവ് കോൾഡ് അസ് അൺടു. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് കർത്താവേ ഞങ്ങളെ തന്നെ യോഗ്യരാക്കി തീർക്കേണ്ടത്. ടു എക്വിപ്പ് അവർ സെൽഫ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വി നോ ദാറ്റ് അവസരങ്ങൾ ഒത്തിരി ഞങ്ങളുടെ മുൻപിൽ വരാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം. അവിടെ കർത്താവേ ഞങ്ങൾ പുറകോട്ട് നിൽക്കാതെ കർത്താവേ ദൈവത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിൽ കർത്താവ് ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്നാണെന്നറിയാമോ? അപ്പം ഒരു വ്യക്തിയുടെ വി ആർ ഗോയിങ് ടു പ്രീച്ച് അബൌട്ട് വൺ, ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മൊത്തമായിട്ട് എടുത്ത് നമുക്ക് പ്രസംഗിക്കാം. 2, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്വഭാവങ്ങളെ മാത്രം എടുത്ത് നമുക്ക് എടുക്കാം. സ്വഭാവങ്ങളെ എടുക്കുമ്പോൾ നന്മയും തിന്മയും നമ്മൾ എടുക്കണം. അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു. വളരെ കുറച്ച് മാത്രം പരാമർശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അന്ത്രയോസ്. ആകെ 12 പ്രാവശ്യം അന്ത്രയോസിൻ്റെ പേര് നമ്മൾ ഈ ബൈബിളിൽ കാണുന്നുള്ളൂ. ബട്ട് ദ മിനിസ്ട്രി ഹി ഡിഡ്, താൻ ചെയ്ത ആ ശുശ്രൂഷയുണ്ടല്ലോ, സുവിശേഷകന്മാർക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ചില പ്രവൃത്തികളാണ് ചെയ്തത്. അപ്പം ഞാൻ അതിൽ നിന്നൊരു ചെറിയൊരു ജീവിതപാഠം പഠിച്ചു തരാം. ഒത്തിരി ഒന്നും ചെയ്തില്ലേലും ചെയ്തത് ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. ഒത്തിരി ഒന്നും ചെയ്തില്ലായിരിക്കും. ഒറ്റ പാട്ട് കൊണ്ട് പ്രശസ്തരായവരുണ്ട്. ഒറ്റ ഒരു പാട്ടേ ഒരാകെ പാടിയിട്ടുള്ളൂ. അത് വൈറലായവരുണ്ട്. ഒറ്റ ഒരു പാട്ടുണ്ട്. ഒറ്റ പ്രസംഗം കൊണ്ട് സ്തെഫാനോസ് ആകെ ഒറ്റ ഒരു പ്രസംഗമേ പ്രസംഗിച്ചിട്ടുള്ളൂ ബൈബിളിൽ. അത് അവനെ വൈറലാക്കി എന്നുള്ളതാണ്. വൈറൽ എന്നുള്ളത് ഇപ്പോഴത്തെ ടൈമാണ്. ഇതുപോലെ ജീവിതത്തിൽ ഒത്തിരി ഒന്നും ചെയ്യാനോ ഒന്നും നമുക്ക് അവസരമൊന്നും കിട്ടിയില്ലെങ്കിലും ചെയ്തത് ചെയ്യാൻ പോകുന്നത് ആർക്കും മറക്കാനാവാത്ത അനുഭവമായിട്ട് തീരണം. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിന്ന് രാവിലെ സമയം ഈ സുവിശേഷ ബലിയോടുള്ള ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയാം. ദർ ആർ 2 types ഓഫ്, 2 തരത്തിലുള്ള രീതിയിൽ നമുക്ക് സുവിശേഷ വേല ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഒന്ന് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ നടത്താമെന്നല്ല, സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതി, അതിനെയാണ് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുക, എല്ലാവരും ചെയ്യുന്ന പോലെ. മറ്റൊന്ന് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിവൈൻ ഡിറക്ഷൻ, ദൈവിക നിർദ്ദേശം അനുസരിച്ച്. ഓക്കെ, 2 രീതിയിലാണ് കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ. നമുക്കിവിടെ വേണമെങ്കിൽ മിനിസ്ട്രി അല്ലെങ്കിൽ സോൾ വിന്നിങ്, ആത്മാക്കളെ നേടുക, ഇതാണ് നമ്മുടേത്. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയും. രണ്ട് ഡിവൈൻലി ഡിറക്റ്റഡ്. ഇത് സാധാ രീതിയിൽ, ഇത് ദൈവിക നിയോഗപ്രകാരം. എഫക്റ്റീവ് ആവണമെങ്കിൽ ദൈവീയ നിയോഗപ്രകാരം ചെയ്യണം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് 2 സംഭവം എടുക്കാൻ പോവാം.
ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതെ, ശിഷ്യന്മാരായി തീർന്നവരുടെ ജീവിതത്തിൽ ഒരേ സംഭവം 2 പ്രാവശ്യം നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ സംഭവം 2 പ്രാവശ്യമായിട്ട് നടന്നിട്ടുണ്ട്. ഒന്ന് അവരുടെ ശുശ്രൂഷയ്ക്ക് അവർ ഇറങ്ങുന്നതിന് മുമ്പാണ്. മറ്റേത് ശുശ്രൂഷയിൽ കുറേ നാൾ മുന്നോട്ട് പോയതിന് ശേഷം. ഏതാ സംഭവം എന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. യെസ്, മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടാതായ അനുഭവം ഓർക്കുന്നുണ്ടല്ലോ. മീൻപിടുത്തത്തിൽ ഒരു മത്സ്യവും കിട്ടാതായ ഒരു അനുഭവമുണ്ട്. 2 പ്രാവശ്യം അതുണ്ടായിട്ടുണ്ട്. ആദ്യത്തേതാ? ഗലീല കടൽക്കരയിൽ നിൽക്കുമ്പോൾ, രണ്ടും ഗലീല കടൽക്കരയിൽ തന്നെ നടക്കുന്നതെന്ന് ഓർത്തോണം. ഗലീല കടലിൽ നിൽക്കുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കർത്താവ് അവിടെ ചെല്ലുന്നു. അവിടെ മീൻപിടുത്തക്കാർ വലയൊക്കെ കഴുകുന്നത് കണ്ടു. ശീമോനുള്ളതിൽ കർത്താവ് കയറുന്നു. എന്നിട്ട് പറയുന്നു, പ്രസംഗിക്കുന്നതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു, ആഴത്തിലേക്ക് വലയെറിയുക പറയുന്നു. രണ്ടാമത്തെ സന്ദർഭം, യേശു ക്രിസ്തു മരിച്ചു. അവന് ശരീരം പോലും ഇപ്പം കാണാനില്ലാണ്ടായി. ഞങ്ങൾ എൻ്റെ പഴയ പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പത്രോസ് എന്ത് ചെയ്യുന്നു? എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി വീണ്ടും മീൻപിടുത്തത്തിന് പോകുന്നു. അതും ഗലീല കടലത്തിൻ്റെ അവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്. പോകുന്നു. രാവിലെ ആയപ്പം കർത്താവ് പതുക്കെ ഇവരെ അന്വേഷിച്ച് വരുന്നു. ഓർക്കുന്നുണ്ടല്ലോ സമയം നിങ്ങൾക്ക് അറിയാം. സംഭവം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വായിപ്പിക്കാതെ. കർത്താവ് ഇവരെ അന്വേഷിച്ച് വരുന്നു. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറയുന്നു. കർത്താവ് പറയുന്നു, പടകിൻ്റെ വലതുവശത്ത് വലയിറക്കുകയെന്ന് പറഞ്ഞു. ആദ്യത്തേത് ആഴത്തിലേക്ക്, ഇവിടെ പറയുന്നു വലതുവശത്ത് വലയിറക്കാൻ പറയുന്നു. രണ്ടിൻ്റെ റിസൾട്ട് എന്തുമായിരുന്നു? പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്നുള്ളതാണ്. അതൊരു സിംബോളിക് ആയിരുന്നു. ഏതോ ഒന്ന് കർത്താവ് ഇവരെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രവചന പ്രതീകമായ ഒരു സംഭവം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫിഷേഴ്സ് ഓഫ് മാൻ. ഇവിടെ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? അവര് അതുവരെ ചെയ്തത് കൺവെൻഷണൽ മെത്തേഡാണ്. സാധാരണ ഒരു മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാൻ എങ്ങനെയൊക്കെ ചെയ്യണമോ അതൊക്കെ അവർ ചെയ്തു. ആദ്യത്തേതിലും രണ്ടാമത്തേതിലും. ആദ്യത്തെ അവർ തന്നെ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. അവിടെ അധ്വാനം എന്ന് പറഞ്ഞിരിക്കുന്നത് മീൻ പിടിക്കാൻ ഞങ്ങൾ ദ കൺവെൻഷണൽ മെത്തേഡ്. ഞങ്ങൾ സാധാരണ മീൻ പിടിക്കുന്ന പോലെ തന്നെ, ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇന്നു വലയെറിയുന്നു, വലിക്കുന്നു, കിട്ടുന്നില്ല, വലയെറിയുന്നു. കൺവെൻഷണൽ മെത്തേഡാണ്. അത് തന്നെയാണ് പിന്നെയും ഉണ്ടായത്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തുന്നതിന് ശേഷം എല്ലാവരും കൂടെ പോയി, അവർക്കറിയാം ഈ പരിപാടി എന്തുവാന്ന്. കൺവെൻഷണൽ മെത്തേഡ്സ്. എൻഡ് റിസൾട്ട് എപ്പോഴും സോൾവിന്നിങ് ആയിരിക്കും. കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചാലും. എന്നാൽ പിന്നെ വരുന്നത് ഡിവൈൻലി ഡയറക്റ്റഡാണ്. ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക് പെരുത്ത മീൻകൂട്ടം. പടകിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യേ? വലയിറക്ക് പെരുത്ത മീൻകൂട്ടം. അപ്പം കൺവെൻഷണൽ രീതിയിൽ, കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഈ കൺവെൻഷൻ ആരും ഓർമ്മ വരരുത് കേട്ടോ. കൺവെൻഷണൽ രീതിയിൽ പിടിക്കാൻ പറ്റാത്തത്, പരാജയപ്പെട്ടത്, അതേ സ്ഥാനത്ത് തന്നെ വേറൊരുത്തൻ ഡിവൈൻലി ഡയറക്റ്റഡ് ആയിട്ട് വരുന്നു, അവൻ വിജയിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാത്മാവളെയും കിട്ടിയില്ല എന്ന് ഒരുത്തൻ പറയുന്നു. ഇന്നലെ ഒരുത്തൻ വന്നൊരു വീടും വാടകയ്ക്ക് എടുത്ത് പരിപാടി ആരംഭിച്ചു. 3 മാസം കൊണ്ട് അവന് 100 ആത്മാക്കളും. രണ്ടുപേരും പ്രസംഗിച്ചത് ഒരേ ക്രിസ്തുവിനെ. രണ്ടുപേരുടെയും സുവിശേഷം ഒന്ന് തന്നെ, രണ്ടും പെന്തിക്കോസ്തുകാർ തന്നെ. എന്താ പറ്റിയ ഒരു പ്രശ്നം ഇവിടെ? ഒരാൾ വന്ന് കൺവെൻഷണൽ രീതിയിൽ അവൻ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു, ഹൗസ് വിസിറ്റിംഗ് നടത്തി,
കൺവെൻഷൻ നടത്തി, ഉപവാസ പ്രാർത്ഥന നടത്തി, ആശുപത്രി സന്ദർശനം നടത്തി, എല്ലാം നടത്തി. എന്നാൽ വേറൊരുത്തൻ വന്ന് എന്ത് ചെയ്യുന്നു? ദൈവം അവനൊരു പ്രത്യേക നിയോഗം കൊടുത്ത്, ദൈവം അവനൊരു പ്രത്യേക നിർദ്ദേശം കൊടുത്ത് അവനെ അയക്കുക. അവനോട് ചെന്നു, അവൻ പ്രവർത്തിക്കുന്നു, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു. എത്രയോ സ്ഥലങ്ങളിൽ വേല പരാജയപ്പെട്ടെടുത്ത് വേറൊരു ദൈവദാസൻ ചെന്ന് വിജയിക്കുന്ന കാണാം നമുക്ക്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഒരാൾ കൺവെൻഷണൽ രീതിയാ, മറ്റേ ആൾ ഡിവൈൻലി ഡയറക്റ്റഡ് രീതിയാണ്. അപ്പോൾ വേല വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യുവർ മിനിസ്ട്രി വിൽ ബി ഡിവൈൻലി ഡയറക്റ്റഡ്. ദൈവം നിന്നോട് പറയണം എന്നാ ചെയ്യണം എന്നുള്ളത്. പോളിയോങ്കിച്ച് പോയി മലയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാക്കളെ കിട്ടുന്ന പറഞ്ഞ് നീ പോയി മലയിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറുമ്പേടി കൊണ്ട് തിരിച്ചു വരത്തേ ഉള്ളൂ, അല്ലെ കാട്ടാനയുടെ കുത്തുകൊള്ളേ ഉള്ളൂ. കാരണം that man was divinely directed to do what he has to do. കാരണം മിനിസ്ട്രിയിൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന പരിപാടി വിജയിക്കില്ല, ഒരിക്കലും വിജയിക്കില്ല. അതുകൊണ്ട് മിനിസ്ട്രിയിലായിരിക്കുന്ന മിനിസ്ട്രിയിലായിരിക്കുന്നവർ, മിനിസ്ട്രി ചെയ്യാൻ പോകുന്നവർ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, am I going to follow the conventional method or am I going to follow the divinely directed method? ഞാൻ പാരമ്പര്യമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന, ചെയ്തു വരുന്ന ആ കാര്യങ്ങളാണോ ഞാൻ ചെയ്യാൻ പോകുന്നത്, അതോ വ്യക്തമായി ദൈവത്തിൽ നിന്ന് ഒരു നിർദ്ദേശം, നിയോഗം പ്രാപിച്ചിട്ടാണോ ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങാൻ പോകുന്നത്? ഇതിപ്പോൾ പറ്റിയേക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ബൈബിൾ സ്കൂളിൽ നിന്ന് 10-500 എണ്ണത്തിനെ ഇപ്പം പഴയ പോലൊന്നും അധികം നാളൊന്നും പഠിക്കാൻ ആരെയും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സസ് നടത്തി എന്ത് ചെയ്യാന്നറിയാമോ? അങ്ങ് ഇറക്കി വിടുക, മാസ് പ്രൊഡക്ഷനാണ്. 6 മാസത്തെ 3 മാസത്തെ 10 ദിവസത്തെയൊക്കെ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അത്രയൊന്നും ഇരുന്ന് പഠിക്കാൻ പഴയ പോലൊന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഡിസൈപ്പിൾസ് ആവാനായിട്ട് മനസ്സില്ല. അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും, അട്ടർ ഫെയിലിയർ ആയിരിക്കും. ഇവിടെ ആവശ്യം ഡിവൈൻലി ഡയറക്റ്റഡ് മെത്തേഡാണ്. ദൈവത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന നിർദ്ദേശം പ്രാപിച്ചു വേണം എന്ത് ചെയ്യാനായിട്ട്, ഇറങ്ങാനായിട്ട്. അതാ ഇത് ദൈവവേലയാ. അപ്പൊ മിനിസ്ട്രിയിലായിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് മൈ മെത്തേഡ്? ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് എന്നാ? ഇപ്പൊ ദാനിയേൽ പാസ്റ്റർ ഒരു കാര്യം ചെയ്ത് ചിലപ്പോൾ ജയിച്ചു കാണും. അതും കൊണ്ട് അപ്പുറത്തുനിന്ന് ജയിച്ചോണെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദാനിയേൽ പാസ്റ്റർ ഒരു പക്ഷേ പ്രസംഗത്തിൻ്റെ ഇറങ്ങി ദൂത് പറഞ്ഞെന്ന് വരും. പക്ഷെ അതുകൊണ്ട് നീ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, കേൾക്കുന്നവനെ അറിയാം ഇതെന്തുവാ, ഇത് ദൈവത്തിൻ്റെ ഇതൊന്നും നല്ലത് മനുഷ്യനാന്ന് പറയാം, മനസ്സിലാവും. ഞാൻ ആ ഭാഗം രാവിലെ ചിന്തിച്ചപ്പോഴേ ദൈവാത്മാവിനോട് പറഞ്ഞത്, മീൻപിടുത്തക്കാരാണ്, എല്ലാം മീൻപിടുത്തമാണ്. 2 പേരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് രാത്രി മുഴുവനും അധ്വാനിച്ചു. അവിടെ ഉപയോഗിച്ചത് മുഴുവൻ എന്തുവായിരുന്നു? കൺവെൻഷണൽ മെത്തേഡാണ്. അവരാരും മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയൊന്നും വേണ്ട ഈ പാർട്ടികളെ. ആരെയാ? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒന്നും മീൻ പിടിക്കാൻ ആരും പഠിപ്പിക്കണ്ട. അതിൽ PhD എടുത്തവരവരെല്ലാം. ഏത് സമയത്ത് പോയാൽ മീൻ കിട്ടുമെന്നും. ഞാനിന്ന് രാവിലെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എനിക്ക് അയച്ചു തന്നു. അമേരിക്കയിൽ നിന്നൊരു പാസ്റ്ററും ഭാര്യയും വന്നിരിക്കുകയാണ് കേരളത്തിലുള്ള ദൈവദാസന്മാർക്ക് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട്. ഹൗ ടു ലിവ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആരെ? ഇവിടെ ഇവൻ്റെ അപ്പനും അമ്മയും വിശ്വാസത്തെ ജീവിച്ച് പട്ടിണിയും കിടന്ന്
ഇവിടെ പ്രാക്ടിക്കൽ വിശ്വാസ ജീവിതം നയിച്ചവനാണ് എന്താ പറയുന്നത്, അവിടെ സുന്ദരമായിട്ട് ജോലിയും ചെയ്ത്, അതെ, ജോലിയും തേച്ച് ഒരു മാസത്തെ വെക്കേഷന് വേണ്ടി ഇവിടെ വന്ന് എന്ത് ചെയ്തിരിക്കുന്നത് ദൈവദാസന്മാർ വിശ്വാസത്തിൻ്റെ അത് പഠിപ്പിക്കാൻ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ ഗ്രീക്കിന് ഹീബ്രുവിന്, ഇവിടെ ഗ്രീക്കും വേണ്ട ഹീബ്രും വേണ്ട, ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്തുവാന്ന്. വെളുത്തുള്ളിയുടെ ഇംഗ്ലീഷൊന്നും ചിലപ്പോൾ എനിക്കറിയത്തില്ലായിരിക്കും, പക്ഷെ നമ്മുടെ വല്യമ്മച്ചിക്ക് വെളുത്തുള്ളിയുടെ ഉപയോഗം അറിയാം. അല്ലെങ്കിൽ വല്യമ്മച്ചി വെളുത്തുള്ളി ഇറച്ചിക്കറിയിൽ ഗാർലിക് ഇട്ടായിരുന്നു, അമ്മച്ചിക്ക് ഗാർലിക് എന്ന് പറഞ്ഞാലൊന്നും അറിയത്തില്ല. അമ്മച്ചിക്ക് വെളുത്തുള്ളിയുടെ ഇംഗ്ലീഷ് പദമോ അല്ലെങ്കിൽ ശാസ്ത്രപദമോ ഒന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ അമ്മച്ചിക്ക് വെളുത്തുള്ളി കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം, ഏതിനൊക്കെയാണ് വെളുത്തുള്ളി ചേർക്കേണ്ടതെന്ന് അറിയാം. കടുകിൻ്റെയോ പെരിഞ്ചീരകത്തിൻ്റെയോ ഒന്നും ഇംഗ്ലീഷ് വല്യമ്മച്ചിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അമ്മച്ചിക്ക് ഒന്നറിയാം, ഏതിനായ പെരിഞ്ചീരകം ചേർക്കേണ്ടതെന്ന് അമ്മച്ചിക്ക് അറിയാം. ഈ വല്യമ്മച്ചിയോടാ ഇന്നലെ പഠിച്ചു വന്ന് പറഞ്ഞത് എന്ത് പറയുന്നത്, കുറച്ച് ഗാർലിക് ചേർക്കണം, കുറച്ച് മസ്റ്റാർഡ് സീഡ് വേണം അവസാനത്തേക്ക്, പോയി പണിയുണ്ടോ നോക്കാൻ പറയും വല്യമ്മച്ചി. മീൻ വെക്കേണ്ട അങ്ങനെ അത് ഞാൻ പഠിപ്പിച്ചാൽ വരാൻ പറയും. ഇവൻ വന്നാൽ ഇവിടെ നമ്മളെ എന്താ ചെയ്യുന്നത്, വിശ്വാസം പഠിപ്പിക്കുന്നത്. ഇതാ പട്ടിണി കിടന്ന് വളർന്നവനാ ഇവിടെ, പ്രാർത്ഥിച്ച് വണ്ടിക്കൂലി വാങ്ങിച്ചവനും പ്രാർത്ഥിച്ച് കഞ്ഞിയും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചവനായി വിശ്വാസം പഠിപ്പിക്കാൻ വരുന്നത്. വിശ്വാസത്തിൻ്റെ എബ്രായ പദം ഇങ്ങനെ, വിശ്വാസത്തിൻ്റെ ഗ്രീക്ക് പദം ഇങ്ങനെ, പോയൊരു പണിയുണ്ടോ നോക്കാൻ പറയാതെ ഞാൻ. വിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ചാൽ എൻ്റെ കൂടെ 7 ദിവസം പട്ടിണി ഉപവാസം ഇരിക്കാൻ തയ്യാറെന്ന് ചോദിച്ചു. വിശ്വാസം ഞാൻ പഠിപ്പിച്ചു തരാം തന്നെ, ഇങ്ങ് വാ, 7 ദിവസം നമുക്ക് മുഴങ്കാലിൽ ഇരിക്കാം, വിശ്വാസം തന്നെ പഠിച്ചോളും നീ. കർത്താവ് പറഞ്ഞല്ലോ, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രത്തിൽ കൊടുത്തിരിക്കുക, വാ, വിശ്വാസം എന്തുവന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഇവനാ ചെന്ന് വിശ്വാസികളെ വിശ്വാസം പഠിപ്പിക്കാൻ പോയിരിക്കുക. ചിരിക്കുക അല്ലാതെ എന്ത് ചെയ്യാനാ? പാസ്റ്റർക്ക് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ വല്ല അനുഭവങ്ങൾ പറയാനുണ്ടോ? അതൊന്നും പറയാനില്ല. ആഫ്രിക്കയിൽ ഇന്നത് യോങ്കിച്ചോ ചെന്നപ്പോൾ ഇങ്ങനെയാണെന്നോ, അത് പാസ്റ്ററുടെ അനുഭവം വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ആയിരുന്നു, വട്ടായിൽ, അവിടുത്തെ കുന്നംകുളം സെൻറ്ററിൻ്റെ സമ്മാന വിതരണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോളേജിൽ പഠിക്കുന്നൊരു പയ്യൻ ഒരു പ്രസംഗം പ്രസംഗിച്ചു, എങ്ങനെ കോളേജിൽ നമുക്ക് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുക എന്നുള്ളത്. ഒരു മുസ്ലിങ്ങളുടെ കോളേജിലാണ് പഠിക്കുന്നത്. ഉച്ച ഊണിൻ്റെ സമയത്ത് അവൻ പറയും, അവിടെ അവരൊരു 8-10 പേര് ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്, കൂട്ടുകാരല്ല, അവൻ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ എപ്പോഴും, എന്നും. അപ്പോൾ നീ എന്തോടെ എപ്പോഴും ഇങ്ങനെ, അല്ല, എനിക്ക് ഇന്ന് ആഹാരം എൻ്റെ ദൈവം എനിക്ക് തന്നല്ലോ, ആ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് ദൈവം ഇന്ന് ആഹാരം തന്നില്ലേ, ഞാൻ ദൈവത്തോട് നന്ദിയാണ്. പിറ്റേ ദിവസം എല്ലാവരും പുതിയം കൊണ്ടുവന്നിട്ട് നീ പ്രാർത്ഥിക്കുക, എന്നിട്ട് ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ഒരു ദിവസം അവൻ കോളേജിൽ പോയില്ല, പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എന്ന് പറഞ്ഞു, ഇന്നലെ നിന്റെ പണി ഇവനാ ചെയ്തതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രാർത്ഥിക്കുന്ന പരിപാടി ഇവനാ ചെയ്തേ. ഇതിൽ കൂടുതൽ എന്നാ സാക്ഷ്യം വേണമപ്പാ, ഇതിൽ കൂടുതൽ എന്തോ സാക്ഷ്യം വേണമെന്ന്. എന്നും പ്രാർത്ഥിക്കുന്നവൻ വരാറായപ്പോൾ എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാതെ കഴിക്കാമെന്നല്ല അവർ പറയുന്നത്, ഇന്ന് നീ പ്രാർത്ഥിക്കുക. കേട്ടില്ല ഇത്ര ദിവസം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ആ ഭയം പറഞ്ഞ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഉയർത്താൻ കഴിയും. എല്ലാ സാഹചര്യത്തിലും നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ എനിക്കറിയത്തില്ല എത്ര എണ്ണം തൻ്റെ ഇടത്തോടെ പ്രാർത്ഥിക്കുമെന്ന്, എല്ലാവരുടെയും മുമ്പ് വെച്ച്. വേണമെങ്കിൽ കണ്ണുടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കായിരിക്കും. ഇവനത് നല്ല ചെയ്തത്. അപ്പോൾ അതിലൊരു കുട്ടി ശബരിമല പോയിട്ട് തിരിച്ചു വരുമ്പം അരവണ പായസം കൊണ്ടുവന്നു, ഇവൻ കുടിച്ചില്ല. അപ്പോൾ എന്താണ് നീ കുടിക്കാത്തതെന്ന് ചോദിച്ചു. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല,
ഇത് വേറൊരു ദൈവത്തിന് സമർപ്പിച്ചതല്ലേ, അത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം ഇങ്ങനത്തെ ദൈവമാണ്. അവർക്കെല്ലാവർക്കും എന്നാ അവന് കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഇവൻ്റെ ജീവിതം എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ട് അവരെല്ലാം കാണുന്നുണ്ട്. ഇവൻ പ്രാർത്ഥിക്കുന്നവനാ, ഇവൻ നമ്മുടെ കൂടെ സംസാരിക്കുന്നവനല്ല, തെറി പറയുന്നവനല്ല, ചീത്ത പറയുന്നവനല്ല, എല്ലാം കൊണ്ടും വ്യത്യസ്തനായപ്പോൾ ഇവനിത് വേണ്ടാന്ന് പറഞ്ഞപ്പം തിന്നിടാന്ന് പറഞ്ഞ് ആരും അവനെ അടിക്കാൻ ചെന്നില്ല. അണ്ടർസ്റ്റുഡ്, അവൻ മനസ്സിലാക്കി. ദാറ്റ് ഈസ് ഡിവൈൻലി ഡയറക്റ്റഡ്. ദൈവം അവൻ ആ ബുദ്ധി നൽകി കൊടുത്തത്, അല്ല വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതല്ല. ദൈവം അവന് കൊടുത്ത ബുദ്ധിയാണ്. സുവിശേഷ വേലയ്ക്ക് നാം ചെല്ലുമ്പോൾ, ഒരു വീട്ടിൽ കയറുമ്പോൾ, ഒരു വ്യക്തിയോട് നാം സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയും എന്നാ പറയണ്ടേ, എന്ത് പറയരുത്. അല്ല നമ്മൾ കൺവെൻഷണൽ മെത്തേഡും കൊണ്ടാണോ പോണേ? കിട്ടിയേക്കാം, പക്ഷെ ഇത് 100% ഗ്യാരണ്ടീഡാ. ഏതാ? രണ്ടാമത്തത് 100% ഗ്യാരണ്ടീഡാ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും പിടിക്കാത്ത ആ കടലിൽ നിന്ന് പെരുത്ത മീൻകൂട്ടം പിടിക്കണമെങ്കിൽ ഇറ്റ്സ് ഡിവൈൻലി ഡയറക്റ്റഡ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യം പറയാമല്ലോ, കർത്താവിൻ്റെ വേലയിലായിരിക്കുക, ഏതെങ്കിലും വിധത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. നമ്മുടെ ലൈഫ് അങ്ങനെ ഒന്ന് ആക്കി നോക്കിക്കേ. ഡിവൈൻലി ഡയറക്റ്റഡ്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജീവിതം എല്ലാം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറയും, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതാണ്. പൗലോസ് വേറെ ഭാഗത്ത്, ഞാൻ മനുഷ്യരിൽ നിന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടുമില്ല, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്ക പോയിരുന്ന എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ അറേബ്യയിലേക്ക് പോകുക ഇത്. കാരണം പൗലോസിനെ സംബന്ധിച്ച് പഴയ നിയമം വെള്ളം പോലെ അവനറിയാം. അതും യേശു ക്രിസ്തു തമ്മിലുള്ള ബന്ധം മാത്രമേ അവനിപ്പോൾ മനസ്സിലാവുള്ളൂ. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു കഴിവുമില്ലായിരിക്കാം, സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കാം, വാക്ചാതുര്യം ഇല്ലായിരിക്കാം, പാടാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇഫ് യു ഹാവ് എ ഡിവൈൻലി ഡയറക്റ്റഡ്, നീ ദൈവത്താൽ അയക്കപ്പെട്ട് ദൈവം നിനക്കൊരു സ്ട്രാറ്റജി തന്നിട്ടുണ്ടോ, അത് ഫലിക്കും. ദാവീദിന്റെ ജീവിതം എടുത്ത് നോക്കിയോ. ഗോലിയാത്തിനോട് പോരാടാനായിട്ട് കല്ലും എടുത്ത് യുദ്ധത്തിന് പോകാൻ ആരാ പറഞ്ഞേ? ഡിവൈൻ ഇൻസ്പിറേഷൻ ഇൻ ഹിം. അവൻ്റെ അകത്ത് ലഭിച്ച ഒരു ദൈവിക നിയോഗമായിരുന്നു. കൺവെൻഷണൽ മെത്തേഡ് എന്തുവാ? പടച്ചട്ടയൊക്കെയാണിത്, വാളൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, പോവുക. അതാ ആര് കൊടുത്തേ? സൗല് കൊടുത്തു. ഒരു കുട്ടിക്ക് ഗോലിയാത്തായിട്ട് ഇവനെ നിർത്തി, അല്ലേ? പടച്ചട്ടയുണ്ട്, വാളുണ്ട്, കവചത്തിന് എല്ലാം ഉണ്ട്. ഒരു കുട്ടിക്ക് ഗോലിയാത്തെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ ശീലിച്ചില്ല. എനിക്ക് ഈ കൺവെൻഷണൽ രീതിയിൽ പോരാടാൻ എനിക്ക് അറിയത്തില്ല. എല്ലാം ഊരി വെച്ചേച്ച് ദൈവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് തന്നിട്ടുള്ള ആ കവണയുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള ആ കവണ, നിനക്ക് കല്ലല്ലേ വേണ്ടത്, ഇതാ അവിടുന്ന് 5 കല്ലെടുത്തു. ഡിവൈൻലി ഡയറക്റ്റഡ്. നമ്മുടെ എല്ലാ ശുശ്രൂഷയും ഡിവൈൻലി ഡയറക്റ്റഡ് ആയിരിക്കണം. അതില്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാവണം കേട്ടോ. ഏത്? ഇതില്ലെങ്കിൽ മുകളിലത്തെങ്കിലും കാണണം. അപ്പൊ മുകളിലത്തെ കൊണ്ട് നമ്മൾ പോകുമ്പോഴും തമ്പുരാൻ പറയും, അതൊന്ന് മാറ്റി വെച്ചോ, ഇന്ന് നിന്നെ ഏൽപ്പിക്കാൻ വന്ന ദൂത് ഇതാ, ഇന്ന് നീ പ്രസംഗിക്കേണ്ടത് ഇതാ, ഇന്ന് നീ പാടേണ്ടത് ഇതാ,
ഇന്ന് നീ പറയേണ്ടത് ഇതാ. നമ്മൾ വന്നത് എങ്ങനെ? കൺവെൻഷണൽ രീതിയിലാണ്. നല്ലൊരു പ്രസംഗമൊക്കെ ഉണ്ടാക്കി, ഒരു 3 പോയിൻ്റൊക്കെ തയ്യാറാക്കി, അതിന് ഏത് ഉദാഹരണം പറയണം എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ഏത് പാട്ട് പാടണം എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. തമ്പുരാൻ പറഞ്ഞു, മാറ്റിവെക്ക്, ഇന്ന് നിനക്ക് തരാൻ പോകുന്ന ദൂത് ഇതാ, നീ ഇത് സംസാരിക്കുക. ഇതാണ് ഇത് നമ്മളുടെ വ്യത്യാസം. അപ്പൊ ഇതിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. കർത്താവേ, ഇന്ന് ഞാൻ എന്താ പറയണ്ടേ? ഇന്ന് ഞാൻ എന്താ പ്രസംഗിക്കണ്ടേ? കാരണം എനിക്കറിയത്തില്ല ആരാ വരാൻ പോകുന്നതെന്ന്. ഇന്നത്തെ ആരാധനയ്ക്ക് ആര് വരുമെന്ന് എനിക്കറിയത്തില്ല. യു ഹാവ് ടു ഗൈഡ് മീ, യു ഹാവ് ടു ഡയറക്ട് മീ. അപ്പൊ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഇത് ബോധ്യം വേണം. അപ്പോഴാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ദൈവം ചിലപ്പോൾ ഒരു വാക്ക് മാത്രമായിരിക്കും നമുക്ക് തരിക. ആ വാക്ക് ബൈബിൾ ഉണ്ടെന്നറിയാം, പക്ഷെ എവിടാന്ന് എങ്ങനെ അറിയുന്നത്? അവിടാണ് വചനത്തെക്കുറിച്ച് നല്ല വേണം. കാരണം അത് എവിടാന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പം. കാരണം ആ ഒരു വാക്ക് കിട്ടി, ഇനി അത് എവിടാന്ന് കണ്ടെത്തണം. നമുക്ക് വാക്യം കണ്ടെത്തിയപ്പം അതിൻ്റെ പശ്ചാത്തലം എന്തുവാണെന്നറിയണം. അവിടേക്കാണ് നമ്മൾ വചനം വായിക്കുകയും പഠിക്കുകയും നമ്മൾ ചെയ്യേണ്ടത്. വേദപുസ്തകത്തിൽ ഏത് വാക്യം എവിടെ നിന്ന് ഇട്ടാലും പറയണം, ചോദിച്ചാലും പറയണം, അത് ഇന്ന പശ്ചാത്തലത്തിലാണല്ലോ പറഞ്ഞേക്കുന്നത്, അത് ഇന്ന കോണ്ടെക്സ്റ്റിലാണല്ലോ ആ വാക്യം നമുക്ക് പറയാൻ കഴിയണം. പിന്നെ എളുപ്പമാണ്, പിന്നെ നമുക്ക് എളുപ്പമാണ്. കാരണം നമുക്ക് കോണ്ടെക്സ്റ്റ് കിട്ടി, ആ പദത്തിൻ്റെ അർത്ഥം കിട്ടി. പിന്നെ ആ ഭാഗം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന മാത്രം മതി. ഒരു 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു, ആ 2 വേദഭാഗങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. മീൻപിടുത്തം പോയതും കിട്ടാത്തതെല്ലാം. ഇന്ന് രാവിലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവാത്മാവ് വിഷയം പറഞ്ഞു. ആ പുള്ളി ആ ദൈവദാസം അമേരിക്കയിൽ ഉപവാസരാ, അദ്ദേഹത്തിന് വേല വളരാൻ വേണ്ടിയൊക്കെ ആയിട്ട്. ദൈവാത്മാവ് ഇതെല്ലാം ധ്യാനിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഷെയർ ദിസ് മെസ്സേജ് വിത്ത് ഹിം. ഈ ദൂത് അദ്ദേഹമായിട്ട് പങ്കിടാൻ പറഞ്ഞു. കൺവെൻഷണൽ മെത്തേഡ് ആൻഡ് ഡിവൈൻലി ഡയറക്റ്റ് മെത്തേഡ്. ഞാൻ അപ്പം വോയിസ് മെസ്സേജ് ആയിട്ടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വെച്ചു. ഞാൻ ഇന്ന് രാവിലെ വായിച്ച വേദഭാഗം ഇതാ, എന്തോ അതിൻ്റെ അർത്ഥം? ദൈവം ഇതിൽ കൂടെ നീ എന്തോ എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വായിച്ച വേദഭാഗം ഇതാ, കർത്താവ് ഇതിൽ നിന്ന് നീ എന്നോട് എന്തുവാ സംസാരിക്കുന്നതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പാസ്റ്ററുടെ ഈ വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് വിവരം മനസ്സിലായെന്ന് പറയും. നമ്മുടെ മിനിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, നമുക്ക് ആർക്കും ആരെയും കൂപ്പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ യുണീക്കായിട്ടുള്ള തനതായിരിക്കുന്ന ഒത്തിരി പദ്ധതികൾ ദൈവത്തിനുണ്ട്, ഒത്തിരി പദ്ധതികളുണ്ട്. അതൊന്നും അറിയാൻ നമുക്ക് മനസ്സുണ്ടായാൽ മതി. ശരി, നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കയറാം. ഇതൊരു ജനറൽ ഇൻട്രഡക്ഷൻ മാത്രമാണ്. കാരണം ഇത് എല്ലാത്തിനും ബാധകമാണ്. എല്ലാ രീതിയിലും പ്രസംഗം നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇത് ബാധകമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 വിഷയങ്ങൾ 3 പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഏതൊക്കെയാണ് അപ്പം പഠിച്ചു കഴിഞ്ഞേ? ഒന്ന് പറഞ്ഞേ, വളരെ പെട്ടെന്ന് പറഞ്ഞേ. ധ്യാനാത്മകമായത് കഴിഞ്ഞു. ഒരധ്യായത്തെ മുഴുവൻ പഠിച്ചു. പഠനം കഴിഞ്ഞില്ലേ? ഒരു വാക്കിനെ കുറിച്ചുള്ള പഠിച്ചോ? പദപഠനം കഴിഞ്ഞു. പിന്നെ ജീവചരിത്രം. പദപഠനം കഴിഞ്ഞില്ലേ? വാക്കുകളുടെ പഠനം കഴിഞ്ഞല്ലോ. വാക്കുകളുടെ പഠനം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ജീവചരിത്ര പഠനം, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനവും നമ്മൾ പദപഠനം പഠിച്ചിട്ടില്ല. അത് മൊത്തം പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിലായിരിക്കും. ഓരോന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുകയാണ് നമ്മളിവിടെ. അതിനകത്ത് തന്നെ ഒരു വാക്കിനെ കുറിച്ച് നമ്മളെടുത്ത് പഠിച്ച. ശരി, രണ്ടും കൂടെ ഒന്നിച്ച് വന്നായിരുന്നു. അതിനകത്ത്. അടുത്തതിന് ഇപ്പം അടുത്തതിന് എന്ത് വരണ്ടേ?
ഇനി ഏതാ നോട്ട്സിൽ അടുത്തുള്ള ഏതാ? വിഷയാസ്പദ പഠനമാണ്. തീമാറ്റിക് അല്ലേ? വിഷയാസ്പദ പഠനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു വിഷയത്തെക്കുറിച്ച് ബൈബിൾ എന്തുവാ പറയുന്നത്? അതാണ് തീമാറ്റിക്. ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ച്. ഉദാഹരണം, ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയം പറ. ഏതാ? കൃപ കോൺട്രവേഴ്ഷ്യൽ അല്ല. ഒരു അഭിപ്രായ സംയോജനമില്ലാത്തൊരു വിഷയം, എല്ലാവരും ഒരേ, അത് തിയോളജിക്കലായി അങ്ങോട്ട് പോണ്ട. ദശാംശം, അത് വേറെ ദിവസമുള്ളൊരു വാക്കാ. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്നാ പറയണേ? ആദ്യം ആ പദത്തിന്റെ അർത്ഥം എന്തുവാ നോക്കുക. പദത്തിന്റെ അർത്ഥം എന്തുവാ? 10-1 അതാണ് പദത്തിന്റെ അർത്ഥം. ഇതാർക്കാ, എന്തിനാ, എന്തുവാ, എങ്ങനെ ആരംഭിച്ചു? ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ചോദ്യം എൻ്റെ അടുത്തേക്ക് ഒരാളായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം വന്ന ചോദ്യം ഇതാണ്: പാസ്റ്ററും സഭയായിട്ടാണ് ഒരു ചെറിയ ടഗ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു അലിഖിത നിയമമുണ്ട്. ചർച്ചിൻ്റെ ഇൻകം എന്ത് ചെയ്യണം? കേന്ദ്രത്തിലേക്ക് അയച്ചു തരണം. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ. അപ്പോൾ ചർച്ചിൻ്റെ ഇൻകം വിചാരിക്കുക. അപ്പോൾ ഒരു ചർച്ചിന് ഇപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന ഇൻകം 50,000 രൂപയാണ് ആ മാസം അവർക്ക് ആ ചർച്ചിന് വന്നേക്കുന്ന ഇൻകം. അപ്പോൾ അതിൻ്റെ ദശാംശം എത്ര കൊടുത്തു? 5,000 കൊടുത്തു. ഓക്കെ, ഇനി ബാക്കി എത്രയുണ്ട്? 45 ഉണ്ട്. ഈ 45 നിന്നാണ് പാസ്റ്റർക്ക് 15,000 രൂപ കൊടുക്കുന്നത്. ഇപ്പോൾ വിഷയം എന്തുവാന്ന് ചോദിച്ചാൽ, പാസ്റ്ററിന് ദശാംശം കൊടുക്കണോ വേണ്ടായോ? ഇതാണ് വിഷയം. ദശാംശം ഇത് ഓൾറെഡി വന്ന ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടല്ലേ പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. അതിൽ നിന്നാണല്ലോ സഭയ്ക്ക് മൊത്തം വന്നതിൽ നിന്ന് എന്ത് ചെയ്തു? ടാക്സ് കട്ട് ചെയ്തു. അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ സഭ ദശാംശം കൊടുത്തു. ബാക്കിയുള്ളതിൽ നിന്നാണ്, അല്ല, ആ ലോക്കൽ സഭ കേന്ദ്രത്തിലേക്ക് അയച്ചു തന്നു. കേന്ദ്രത്തിലേക്ക് അയച്ചു തന്നു. കാരണം കേന്ദ്രത്തിൻ്റെ പലവിധമായ സുചിര പ്രവർത്തനത്തിനും പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കേന്ദ്രത്തിലേക്ക് അയച്ചു തന്നു. ബാക്കിയുള്ളതിൽ നിന്നാണ് 15,000 രൂപ എന്ത് ചെയ്ത് ലോക്കൽ പാസ് കൊടുത്തു. അപ്പോൾ ഇഷ്യൂ ഇതാണ്: ഞാൻ ഇനി ദശാംശം തരണോ? ഞാൻ എന്ന് പറഞ്ഞാൽ പാസ്റ്ററിന് ദശാംശം തരണോ? സഭയുടെ മൊത്തം വരുമാനത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? കൊടുത്തു. ഇനി ഈ 15,000 രൂപയ്ക്ക് പാസ്റ്റർ കൊടുക്കണോ, അതോ അല്ലാതെ പുള്ളിക്കൊക്കെ കിട്ടുന്ന ഈ 5,000 രൂപയുടെ മാത്രം കൊടുത്താൽ മതിയോ? ഇതിപ്പോൾ ഓൾറെഡി പെയ്ഡ് അല്ലേ ഇപ്പാ. ശരി, ഈ 15,000 രൂപ പാസ്റ്റർക്ക് കിട്ടി, വരാൻ പോയിനി. പാസ്റ്റർ അതിൽ നിന്ന് ഒരു 1,000 രൂപ കൊച്ചമ്മയ്ക്ക് കൊടുത്തു. കൊച്ചമ്മ കൊടുക്കണോ? കൊച്ചമ്മയും കൊടുക്കണം. അതെന്തോരം പൈസ പോണേ. ഓക്കെ, കൊച്ചമ്മ ഈ 1,000 എന്ത് ചെയ്തു? മോക്ക് ഒരു 100 രൂപ പോക്കറ്റ് മണി പോലെ കൊടുത്തു. അവളും കൊടുക്കണോ?
ഇതാണെങ്കിൽ കളി കളിക്കുമല്ലേ കുറച്ച്. ഇനി അപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു പുതിയ കൂട്ടർ വന്നേക്കുന്നത്, ദശാംശം എന്നുള്ളത് പുതിയ നിയമ ഉപദേശം അല്ല, അതുകൊണ്ട് നമുക്ക് ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവർക്കും വലിയ സന്തോഷമായി, കൊടുക്കണ്ടല്ലോ. പുതിയ നിയമം ന്യായപ്രമാണ കാലത്തിലുള്ളതാണ്, പുരോഹിതന്മാർക്കുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് നിന്നേ, ന്യായപ്രമാണം വന്നത് മോശ തൊട്ടല്ലയോ? മോശയ്ക്ക് മുമ്പൊരുത്തൻ ദശാംശം കൊടുത്തിട്ടുണ്ടല്ലോ. മോശയ്ക്ക് മുമ്പ് ഒരുത്തൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദശാംശം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ന്യായപ്രമാണ ഉപദേശമല്ല, ഇത് ദൈവത്തിൻ്റെ നിത്യനിയമമാണ്. ന്യായപ്രമാണ കാലത്തിനും മുമ്പുള്ളതാണ്. അല്ല, അങ്ങനെയും കൊടുത്താൽ പോരാ, അവനവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം കൊടുക്കണമെന്നാണ് പറയുന്നത്. പുതിയ നിയമോപദേശം എന്തുവാ? നിർബന്ധത്താലരുത്, ഞരങ്ങിക്കൊണ്ടുവരരുത്, അവനവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നു, പ്രാപ്തിക്കും മീതെയും അവർ ചെയ്തെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. അപ്പൊ പുതിയ നിയമ ഉപദേശത്തിൽ ഇനി ഒരു പക്ഷേ ദശാംശം ഇല്ലെന്നാരെങ്കിലും പറയുന്നെങ്കിൽ തർക്കത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചിരിക്കുന്നു. അത് ന്യായപ്രമാണകാലത്തെ ഉപദേശമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് മുമ്പേ എന്തുണ്ട്? ദശാംശം കൊടുത്തത് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേദപുസ്തകം മുഴുവൻ ദശാംശത്തെക്കുറിച്ച് എന്തോ പറയുന്നതെന്നുള്ള എല്ലാ വാക്യങ്ങളും എടുക്കണം. നമുക്ക് എന്തിലൊക്കെ ദശാംശം കൊടുക്കണം. ജീരകം ചതകുപ്പ വരെ എന്ത് ചെയ്യണം എന്നാ പറയണത്? പതാരം കൊടുത്തു എന്നാ പറയുന്നത്. ആര്? പരീശന്മാരായിരുന്നു അന്നത്തെ കാലത്ത് ന്യായപ്രമാണത്തെ അക്ഷരം പ്രതി അനുസരിച്ച് വന്നവരെ. അവരുടെ ആചാരമായിരുന്നു കറക്റ്റ്. അപ്പൊ എങ്ങനെയാ ഇത് പഠിപ്പിച്ചിരിക്കുന്നത്? പുതിയ നിയമ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ഇതാർക്കും ഭാരമായി തീരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതല്ല നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊന്നും. ഈ കൊടുക്കൽ എങ്ങനെ ആയിരിക്കണം? സന്തോഷത്തോടായിരിക്കണം. നിന്റെ പ്രാപ്തിക്കൊത്തവണ്ണം ആയിരിക്കണം. നിനക്ക് ഈ മാസം ഇത്രേ കൊടുക്കാൻ നിനക്ക് പ്രാപ്തിയുള്ളൂ, വെൽ ആൻഡ് ഗുഡ്. ദൈവം അതിനെതിരൊന്നുമല്ല. എന്തുവാണ് ഇത്? ഓൾറെഡി ദൈവം തമ്പുരാൻ നമ്മുടെ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണോ? അല്ല. ദൈവപ്രവർത്തനത്തിന് പണം ആവശ്യമുണ്ട്. ദൈവത്തിന് നമ്മുടെ പണമൊന്നും വേണ്ട. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നാം വിശ്വസ്തയോടെ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ, സന്തോഷത്തോടെ. എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്, അവരാരും ദശാംശം കൊടുക്കുന്നവരല്ല, പകരം ദശാംശം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെയും ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഞാൻ അങ്ങോട്ടാണ് നീങ്ങുന്നത്. എനിക്കൊരു മാസം ലഭിക്കുന്ന പണത്തിൻ്റെ ദശാംശം കൊണ്ട് ജീവിക്കുക, ബാക്കി മുഴുവൻ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുക. ദാറ്റ്സ് മൈ. ഞാൻ അതിലേക്കാണ് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, വേണമെങ്കിൽ തെളിയിക്കാം, കണക്കിൽ കൂടെ തെളിയിക്കാം. വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. 1 ലക്ഷത്തിൻ്റെ ദശാംശം എത്രയാ? 10,000 രൂപ. 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 90,000 നമ്മുടെയാ, അല്ലേ? 90,000 നമുക്ക്. ഒരാൾക്ക് ജീവിക്കാൻ 90,000 രൂപയുടെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ജീവിക്കാൻ വേണമെങ്കിൽ അങ്ങോട്ട് ലാവിഷായിട്ട് എന്ത് ചെയ്യുക? ആടിച്ച് പൊളിച്ചങ്ങ് കളഞ്ഞേക്കുക. അല്ല, മാന്യമായിട്ട് വേണമെങ്കിൽ ജീവിക്കാൻ, ഒരു ഫാമിലിക്ക് ജീവിക്കാൻ വേണമെങ്കിൽ എത്ര വേണ്ടി വരും?
20,000 to 30,000 പിടിച്ചോ വേണമെങ്കിൽ. ഇന്നത്തെ ഗ്യാസിൻ്റെ വിലയും സാധനത്തിൻ്റെ വിലയൊക്കെ 30,000 വരുന്നു വിചാരിച്ചു. ഇതേ ഇപ്പം നമുക്ക് വേണ്ടു. അപ്പം ബാക്കി ടെക്നിക്കലി ബാക്കി പറഞ്ഞാൽ ഇവിടെ 70,000 കിടപ്പുണ്ട് ഇനി, ഇല്ലേ? ഇത് രണ്ടും കൂടെ മനസ്സിലായോ? 10,000 കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. ദശാംശം എടുക്കാതാണ് ഞാൻ പറയുന്നത്. ദശാംശം കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ. എൻ്റെ ചിലവിന് ആകെ എനിക്ക് 30,000 മതി. ബാക്കി എൻ്റെ ഇനി എത്രയുണ്ട്? 70,000 ബാക്കിയുണ്ട്. വട ഞാൻ going to do this. ഈ 70,000 ആകെ എന്നാ 10,000 രൂപ നീ കൊണ്ടോ കർത്താവേ. ബാക്കി നീ അതെങ്ങനെ ചെയ്യുന്നെന്നാ ചിന്തിക്കണ്ടേ. ഒന്നിങ്ങനെ അങ്ങനെ വെക്കാം. ഒരു സർട്ടൺ പെർസെൻറ്റേജ് നമ്മൾ അതിന് വെച്ചു. ഒരു എമർജൻസി ഫണ്ട് പോലെ വേണമെങ്കിൽ നമ്മൾ വെച്ചു. അത് ചെയ്തു, ഇത് ചെയ്തു. പിന്നെ ഉണ്ടല്ലോ, ഓക്കെ. അപ്പോൾ ഈ 70,000 ഇല്ലേ, 70,000 നിന്ന് നമ്മളൊരു 35 നമ്മുടെ സേവിങ്സോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇതിനോ മെഡിക്കലിനോ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലുണ്ട്, പിന്നെയും 35 ഇല്ലേ? What am I going to do that? അപ്പോൾ ഇയാൾ എന്തായാലും തീരുമാനിച്ചു, ഞാൻ ബാക്കി 35 കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ ദശാംശം കൊടുക്കുന്നവനല്ല, അയാൾ 35% ഓഫ് ഇൻകമാണ്, അല്ലേ? തൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക്, ദശാംശത്തെക്കാൾ എത്രയോ മടങ്ങാൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ വരുമാനം നിങ്ങൾ വിചാരിക്കുക 10 ലക്ഷമാണെന്ന് വിചാരിക്കുക ഒരു ദിവസം, അല്ല ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനം. എനിക്കറിയാം, ദിവസം 1 ലക്ഷം രൂപ വരുമാനമുള്ള ആളുകൾ എനിക്കറിയാം ഉണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുണ്ട്. 1 ലക്ഷം രൂപ അയാളുടെ ഒരു മാസത്തെ, ഒരു ദിവസത്തെ അയാളുടെ ശമ്പളം. ആ മനുഷ്യന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി ആകെ എടുക്കുന്നത് എത്രയാണെന്നറിയാമോ? 50,000 അയാൾ എടുക്കും. ബാക്കി മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ഒരു സംഘടനയ്ക്കല്ല, പലർക്കായിട്ട് അയച്ചു കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഏതെങ്കിലും യോജിച്ച ദശാംശം കൊടുക്കുന്നത് കൈ വെക്കാൻ പറഞ്ഞ പുള്ളി കൈവക്കില്ല. കാരണം പുള്ളി ദശാംശമല്ല കൊടുക്കുന്നത്. പുള്ളി തൻ്റെ ജീവനാംശത്തിൻ്റെ ഓഹരിയാണ് കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്. ഇത്ര പെർസെൻറ്റേജ് കർത്താവിന് വേണ്ടി കൊടുക്കുക. അപ്പം കർത്താവ് നോക്കുന്നത് സന്തോഷത്തോട് കൊടുക്കണം. പ്രാപ്തിക്കൊത്തവണ്ണം. അപ്പം വേറെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് മുഴുവൻ എവിടാ? ദശാംശത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് മുഴുവൻ എവിടാ? ആ എല്ലാ വാക്യങ്ങളും നമ്മൾ പൂൾ ഓഫ് ചെയ്യണം. എല്ലാ വാക്യവും കഴിയുമെങ്കിൽ ആ വാക്യമല്ല എന്ത് ചെയ്യുക, എഴുതുക. ഒരു പുസ്തകത്തിൽ എഴുതുക, മുഴുവൻ എഴുതുക. എഴുതിയിട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്, ഈ വാക്യങ്ങളുടെ എല്ലാത്തിലും കൂടെ പറഞ്ഞേക്കുന്നതിൻ്റെ കൺക്ലൂഷൻ എന്തുവാ, ഇതിൻ്റെ ആകത്തുക എന്തുവാ, ഇതിനകത്തൂടെ എന്തുവാ കർത്താവ് പഠിപ്പിക്കുന്നത്? ഒന്ന്, ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്നുള്ളത്. 2, ആ കൊടുക്കുന്ന പണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. 3, എങ്ങനെ കൊടുക്കണം, ആ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ചിലർ ചെയ്തത് പ്രാപ്തിക്കും ഇതേ ചെയ്തു. ഫിലിപ്പിയാസഭയോടുള്ള ബന്ധത്തിൽ പറയുന്നു, നിങ്ങൾ കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ എൻ്റെ പങ്കാളിയായി തീർന്നു. അതൊരു ഉദാഹരണം എടുത്തതേ ഉള്ളൂ. ഇതുപോലെ പ്രാർത്ഥന, വേദപുസ്തകം പ്രാർത്ഥനയെക്കുറിച്ച് എന്തോ പറയുന്നത്? പഴയ നിയമത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് എന്തോ പറഞ്ഞേക്കുന്നത്? യേശു പ്രാർത്ഥനയെക്കുറിച്ച് എന്തോ പറയുന്നേക്കുന്നത്?
3 ഉപവാസം. നോക്കണം കർത്താവ് ഉപവാസത്തെക്കുറിച്ച്. ഇപ്പം പലരും എന്താണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്ന് പറയാറുണ്ട് ചിലർ. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് വസിക്കുന്നതിന് ഉപവാസം എന്നാ പറയുക? ഉപവാസത്തിന് അങ്ങനെ ഒരു ഉപവാസം ഏത് ഡിക്ഷണറി വേണമെങ്കിൽ എടുത്ത് വയ്ക്കുമോ? കൂടെ വസിക്കുക എന്നുള്ള അർത്ഥമല്ല അതിന്. ഭക്ഷണം വെടിഞ്ഞ് ധ്യാനനിരതനായിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം വെടിഞ്ഞ് ദൈവീക ബന്ധത്തിൽ ധ്യാനനിരതനായിരിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് വിളിച്ചേക്കുന്നത്. അതുപോലെ കുടുംബത്തിന് ഈയിടെ കുറേ പേര് ഇടപെടും കുടുംബ ഇമ്പം. 2 കള്ളുകൂടിമാർ തമ്മിൽ കൂടിയ നല്ല ഇമ്പമാണ്. അത് കുടുംബമാണോ? നിങ്ങളാരും കേട്ടിട്ടില്ലേ? എന്തോ കുടുംബം ഇമ്പമാണ് കുടുംബം. എവിടുന്ന്? കുടുംബ ഇമ്പം വരുന്നതൊക്കെ കുടുംബമാണെങ്കിൽ 2 കള്ളുകൂടിമാർ കള്ളുരാപ്പം മുഴുവൻ ഇമ്പമായിരിക്കും, കുടുംബമായിരിക്കും. കാരണം എന്നാ, എന്തൊരു ഇമ്പം അവർക്ക്. അപ്പോൾ ഇതൊക്കെ വെറുതെ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ കാര്യം. അപ്പോൾ ബൈബിൾ എന്തോ പഠിപ്പിക്കുന്നത്? അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. യേശു എന്തോ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞു. ഉപവസിക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നാണ്. എത്ര തരം ഉപവാസമുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിൽ നമുക്ക് ഉപവസിക്കാം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ എക്സാമ്പിളുണ്ട്. ഒരു പട്ടണം മുഴുവൻ ഉപവാസം എടുത്ത ചരിത്രമുണ്ട്. നിങ്ങളുടെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കുകയും എന്ന് പറഞ്ഞ വിഷയങ്ങളുണ്ട്. വ്യക്തിപരമായി ഉപവാസം എടുക്കുന്നവരുണ്ട്, ഒരു മനുഷ്യനും അറിയാതെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഉപവസിക്കുമ്പോൾ നിന്റെ തലയിൽ എണ്ണ തേക്കണം, ഫ്രഷ് ആയിരിക്കണം. നീ എന്നെ കാണുമ്പം എന്നാ ബ്രദറെ ഒരു ക്ഷീണം പോലെ, ഞാൻ ഒരാഴ്ചയായിട്ട് ഉപവാസമായിരുന്നു. ഇത് പറയാൻ വേണ്ടി, ഇത് ചോദിക്കാനും പറയാനും വേണ്ടി ഈ മുഖത്ത് എന്ത് ചെയ്തത്? അയ്യോ വിരൂപമൊക്കെ ആക്കിയത്. വിരൂപമാക്കരുതെന്നാ പറഞ്ഞേ. അപ്പൊ ഈ വിഷയങ്ങളെല്ലാമാണ് നമുക്ക്. അപ്പൊ ഇതിനെയാണ് വിഷയാസ്പദ പഠനം എന്ന് പറയുന്നത്. വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, ഒത്തിരി വീണ്ടെടുപ്പിനെക്കുറിച്ച്, പുത്രത്വത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്. അപ്പൊ ഇതൊക്കെ സ്നാനത്തെക്കുറിച്ച്. അപ്പൊ എന്താണ്? അപ്പൊ ഇതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ വാക്യങ്ങളും നമ്മൾ എടുക്കണം. ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു ചെറിയ ഒരു മെനക്കെടുണ്ടാവണേ. മലയാളത്തിലെല്ലാം ഒരു വക കിടക്കുന്നത്, എല്ലാത്തിനും. അവിടാണ് നമുക്കിപ്പം ഇത് എഴുതിയത് എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് നോക്കേണ്ടി വരും, ഈ വാക്യത്തിൽ ഇതേ പദം തന്നെയാണോ ഉപയോഗിച്ചേക്കുന്നത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരിക. കാരണം നമുക്ക് മലയാളത്തിന് എല്ലാ എബ്രായ പദത്തിനും തത്തുല്യമായ മലയാളം പദമില്ല. ഇതുപോലെ നമ്മുടെ മലയാളം പദത്തിന് തത്തുല്യമായ എബ്രായ പദവും ഇല്ല, ഇംഗ്ലീഷ് പദവും ഇല്ല. ഉദാഹരണം, നമ്മുടെ ഇടയിലുള്ള വലിയ ഇതാണ് തിരുവോണം. തിരുവോണത്തിന് ഇംഗ്ലീഷ് എന്ത്? തിരുവോണത്തിന് ഇംഗ്ലീഷ് ഇല്ല. സായിപ്പ് പറഞ്ഞാലും തിരുവോണം തന്നെ വരുള്ളൂ. പക്ഷെ എന്തുവാന്ന് സായിപ്പിന് അറിയില്ല. പക്ഷെ നമുക്ക് തിരുവോണം എന്ന് കേട്ടപ്പം ഒത്തിരി പിക്ചേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് വന്നു അല്ലേ. പൂരം ഒരു മലയാള പദാ. ഇത് സാഹിബിന് എത്ര ആലോചിച്ചാലും എന്ത് ചെയ്യത്തില്ല. അത് വേണമെങ്കിൽ മലയാളം ഇംഗ്ലീഷ് സ്പെല്ലിംഗ് POOR എന്ന് എഴുതി അത് വേണേൽ വായിക്കും. പക്ഷെ എന്തോന്നൊരു ഒരു 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 പിടിയും കിട്ടില്ല. നമ്മുടെ അതെ പൂരാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാലും ഇതെന്തോ. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ചിന്തകൾ, ഒത്തിരി പിക്ചേഴ്സ് നമുക്ക് വന്നു കഴിയും. ഇതുപോലെ തന്നെയാണ് എബ്രായ പദങ്ങൾക്കും. അപ്പൊ ഈ വേദപുസ്തകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല പല പദങ്ങൾ എന്താണെന്ന് നോക്കണം. മലയാളത്തിൽ വന്നപ്പോൾ എല്ലാം ഒറ്റ രീതിയിലാണ് ഇതിനകത്തോട്ട് എന്ത് ചെയ്തേക്കുന്നത്, പരിഭാഷപ്പെടുത്തി കഴിഞ്ഞത്. കാരണം വേറെ പദപ്രയോഗങ്ങൾ നമുക്ക് ഇല്ലാതായിപ്പോയി.
ഉദാഹരണം, ശ്രീമാൻ എന്നൊരു പദം മലയാളത്തിലുണ്ട്. അതൊരു സംസ്കൃത പദത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് പദമോ തത്തുല്യമായ എബ്രായ പദമോ ഗ്രീക്ക് പദമോ ഇല്ല. ആ ശ്രീമാൻ എന്ന പദത്തിൽ കുറെ ദൈവത്വം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കലർന്നിട്ടുണ്ട്. ഉദാഹരണം, നമസ്തേ. ഇതിന് തത്തുല്യമായൊരു പദം ഇംഗ്ലീഷിലും ഇല്ല. ഗുഡ് മോർണിംഗ് നമസ്തേ അല്ല. ഗുഡ് മോർണിംഗ് നമസ്തേ അല്ല. ഇനി നമസ്തേ പറയാൻ നേരത്തെ എങ്ങനെ എവർ ചെയ്യുന്ന? സാധാരണ ഇങ്ങനെ ആരും പറയത്തില്ല. നമിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ എന്നിലും ബഹുമാന്യയോഗ്യനായി കാണുന്നു, നിന്നിലുള്ള ദൈവത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമസ്തേ പറയുമ്പോൾ സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമിക്കുന്നു, അല്ലെങ്കിൽ വണങ്ങുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അങ്ങേലുള്ള ദൈവത്വത്തെ ഞാൻ എന്ത് ചെയ്യും? അങ്ങ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അങ്ങ് ദൈവത്തിൻ്റെ രൂപമാണ്, അങ്ങേലുള്ള ദൈവത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു. നമസ്തയ്ക്ക് തത്തുല്യമായ ഒരു പദവും ഇല്ല. അപ്പൊ നമ്മൾ പദപഠനത്തിലേക്ക് പ്രവേശിക്കാൻ പോയിനി. അപ്പൊ എബ്രായ ഭാഷയിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഉപവാസം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന, ഉപവാസത്തിന് എത്ര പദങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ നോക്കണം. നമുക്കെല്ലാം ഫാസ്റ്റിങ്ങാ. ഗ്രീക്കിൽ എത്ര പദങ്ങളുണ്ട്? ആ ഓരോ പദത്തിന്റെ അർത്ഥം എന്തുവാ? പദപഠനത്തില് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പദപഠനം, കാരണം ഈ വിഷയം എപ്പോഴും ഏതുമായിട്ട്, ഈ പദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാ. ഈ വിഷയമല്ല എന്തുവാ? സ്നേഹം. മലയാളത്തില് പല ഗ്രേഡുണ്ട്. സ്നേഹമുണ്ട്, പ്രേമമുണ്ട്, പ്രിയമുണ്ട്, ഇതെല്ലാം കൂടെ മൂത്ത ഒരു കാമമുണ്ട്. അതിനെ ഇറോട്ടിക് ലവ് എന്ന് പറയാം. ഇപ്പൊ മലയാളത്തിൽ പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നേരെ എനിക്ക് നിന്നെ പ്രേമമാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി. കാരണം പല പദങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു കൊണോട്ടേഷനാണ് തരുന്നത്. നമ്മളത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത ചില പദങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുന്നു. അപ്പൊ പദപഠനത്തിലും വിഷയപഠനത്തിലും വാക്കുകളുടെ പ്രസക്തി. ഇപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ പാടാറുണ്ട്, അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. അതിൻ്റെ മലയാളത്തിൽ വേറെ ഭാഗത്തിൽ അത് ഏതാണ്ട് ഇതിൻ്റെ ചൂണായിട്ട്, ഹീ ഈസ് ദ ലിലി ഓഫ് ദ വാലി ആൻഡ് ഹീ ഈസ് ദ ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. യേശുവിനെ അല്ലെങ്കിൽ കർത്താവിനെ ശാരോൻ പരിമള എന്ന് പറയുന്നത്, ഇത് എവിടുന്ന് അവർക്ക് ഈ ആശയം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ബൈബിളിലില്ല. അവളെയാണ് ശാരോനിൻ പനിനീർ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരയുള്ള താമരയാകുന്നു എന്ന് പറഞ്ഞേക്കുന്ന ആരെയാണെന്നറിയാമോ? അവളെയാ. പക്ഷെ നമ്മളതെല്ലാം പാടുന്ന ആരെയും ഉദ്ദേശിച്ച? കർത്താവിനെ വെച്ച. കവിക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ. ഏത് ഒരു കവിക്ക് എന്തും കവിഭാവനയിൽ കൂടെ എന്ത് ചെയ്യാം? പറയാം. പക്ഷെ അതിന് തിരുവെഴുത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കവിഭാവനയിൽ എന്നും പറയാം നമുക്ക്.
പക്ഷെ വചനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എപ്പോഴും ദൈവവചനം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഈ വിഷയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം എന്തുവാ, അതിന് മറ്റ് ഭാഷകളിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ എന്തുവാ, ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറഞ്ഞേ. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്.